ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ ക്രിക്കറ്റ് വീഡിയോ. അപ്പോൾ ഇന്ന് നമ്മുടെ മൂന്നാമത്തെ മാച്ചാണ്. അപ്പോൾ ഇന്നലത്തെ കഴിഞ്ഞ 2 മാച്ചും നമുക്ക് വൈറ്റ് ബോളിലായിരുന്നു കളി. ഇന്ന് നമുക്ക് റെഡ് ബോളിലാണ് കളി കേട്ടോ. റെഡ് ബോളിൽ ഒരുപാട് കളിച്ച് എക്സ്പീരിയൻസ് ഉള്ള ദീപക് പറയൂ, എന്താണ് റെഡ് ബോളിനെ പറ്റി? റെഡ് ബോളിന് വൈറ്റ് ബോളിനുള്ള ഡിഫറൻസ് വേറെ ഒന്നുമില്ല. വൈറ്റ് ബോൾ നന്നായിട്ട് ട്രാവൽ ചെയ്യും, കാറ്റിനൊത്ത്. ഇപ്പോൾ ഒരു സൈഡ് കാറ്റാണെങ്കിൽ അത് കൊണ്ടുപോകും. റെഡ് ബോൾ ട്രാവൽ ചെയ്യാൻ പാടാണ്. ചില കറക്റ്റ് മിഡിൽ കൊള്ളുന്ന ബോൾ മാത്രമേ പുറത്ത് പോകുള്ളൂ. എഡ്ജ് അടി ഇങ്ങനെ കാറ്റ് കൊണ്ടുപോകുന്നൊന്നും പ്രതീക്ഷിക്കണ്ട. കാറ്റ് പിടിക്കാൻ ഭയങ്കര പാടാണ് റെഡ് ബോളിൽ. സോ റെഡ് ബോളിൽ അടിച്ച് റണ്ണെടുക്കാൻ കുറച്ച് പാടാണ്. റൊട്ടേഷൻസ്, അതാണ് റെഡ് ബോളിന്റെ കളി. പിന്നെ 2020 18 ഓവർ കളിയിൽ എല്ലാവരും വന്ന് അടിക്കാനേ നോക്കൂ. സിംഗിൾസ് 2 ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് റെഡ് ബോളിൽ. രാമൻ ഫസ്റ്റ് ടൈം അല്ലേ? ഇന്നലെ പറയാൻ വിട്ടു കേട്ടോ. കഴിഞ്ഞ കളി ബെഡല 2 സിക്സ് ഒക്കെ അടിച്ചോട്ടോ രാമൻ. വെൽ പ്ലേ രാമൻ. ചാർലിയെ പിടിച്ച് അടിച്ചിട്ടു ഗൈസ്. ഈ രാമന തൃശ്ശൂർ ടീമിൽ അവസരം കൊടുക്കാതെ ഇട്ടിരുന്നു കേട്ടാ, പുച്ഛിച്ചിട്ടിരുന്ന്. നിന്റെയൊക്കെ ടീമേ തന്നെ. സോ ഗൈസ്, ഇന്ന് നമ്മൾ ജയിക്കാൻ വേണ്ടി കളിക്കണം. 2 കളി ജയിച്ച് നമ്മൾ ടോപ്പ് കയറണം. അതാണ് നമ്മുടെ മൈൻഡ് സെറ്റ്. നോക്കാം എന്തായാലും.
അങ്ങനെ നമ്മുടെ മാച്ച് നമ്മൾ ഇവനെ അടിച്ച് പൊട്ടിക്കണമെന്നൊക്കെ പറഞ്ഞ് വാശിക്കാണ് നമ്മൾ കളിച്ചത്. വാശി മീൻസ് ഫ്രണ്ട്ഷിപ്പ് പുറത്തുള്ള വാശിയാണ്, സന്തോഷമാണ്. നമ്മളെല്ലാവരും ഒരുമിച്ച് കളിക്കുമ്പോൾ ഒരു വൈബുണ്ടല്ലോ, അകത്തുണ്ടാവും ജയിക്കണം എന്നുള്ളൊരു സാധനം. അതെ, പിന്നെ നിങ്ങൾ ചെയ്തു അങ്ങനെ ചെയ്തു വിചാരിക്കില്ല, അതൊക്കെ നമ്മുടെ ഫ്രണ്ട്ഷിപ്പിന്റെ ആ ഒരു ഫ്രീഡത്തിലാണ് നമ്മൾ ചെയ്യുന്നത്. ഞങ്ങൾ ആക്ച്വലി നമ്മൾ 30 റണ്ണിന് 6 വിക്കറ്റ് വയ്ക്കും. റിയലിന്റെ വൺ ഓഫ് ദി ബെസ്റ്റ്. സത്യം പറഞ്ഞാൽ നിങ്ങൾ ഈ സൈഡ് ആംഗിൾ കാണുന്നതുകൊണ്ട് ആ ബോളിന്റെ ക്വാളിറ്റി എന്താണെന്ന് മനസ്സിലാവും. ജസ്റ്റ് എല്ലാം ചമ്പി, അതായത് ഓരോരുത്തർ ഔട്ടായിട്ട് തിരിച്ചു വന്നിട്ട് എന്ത് ചെയ്യാൻ ആ ബോളിൽ നിന്നുള്ള ചോദ്യമാണ്. ചൈനാമൻ അപ്പൊ ഒരു 32 6 പോയിട്ട് ഭയങ്കര സ്റ്റക്കായി നിന്ന പോയിന്റിൽ നിന്ന് നമ്മളൊന്ന് അവിടെ ഒന്ന് നിങ്ങൾ ഡൗൺ ആയ സമയത്ത് ബോളായിരുന്നു. അതിന്റെ ക്വാളിറ്റി പിന്നെ അവന് പരിക്കായതുകൊണ്ട് അവന് ബാറ്റ് ചെയ്യാൻ വന്ന സമയത്തൊന്നും ഇല്ല. ഞാൻ പറഞ്ഞാൽ 32 6 പോയ സമയത്ത് നിങ്ങളൊന്ന് ബാക്കിലേക്ക് പോയി. ആ സമയത്ത് ഞാൻ കുറച്ച് റണ്ണ് കിട്ടി. അതാണ് ഈ 180 ഒക്കെ ഉള്ളതെന്നുണ്ടെങ്കിൽ കളി ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് അടിക്കാം. പിന്നെ വന്നിട്ട് ദീപക്കിന്റെ വിക്കറ്റ് ഭയങ്കര ഇപ്പം ബൗൾഡായത് വേറെ ലെവല് ഫുഡീൻ കാറ് ഇങ്ങനെ കുറച്ച് ഇമ്പോർട്ടന്റ് വിക്കറ്റുകൾ ഇവൻ ഔട്ടായത്. എല്ലാവരും ട്രൈ ചെയ്ത് കേട്ടോ. പക്ഷെങ്കിൽ ഇന്നത്തെ ദിവസം അത് ഞങ്ങൾക്കായിരുന്നു. ഇന്നലത്തെ ദിവസം ഞങ്ങളുടേതായി. ഇനിയിപ്പം മുന്നോട്ടുള്ള ദിവസങ്ങൾ നോക്കാം. ഇനി അടുത്ത കളിയാണ്. എന്താ ടോസ് അവർക്ക് കിട്ടി, നമുക്ക് ബോളിംഗ് ആണ്. ഈ കളി നമ്മൾ ജയിച്ചു കഴിഞ്ഞാൽ റണ്ണിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ടോപ്പ് വരുന്നതായിരിക്കും. പിന്നെ ഒരു കാര്യം കൂടെ, ഭയങ്കര അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പൊ നിങ്ങളൊക്കെ ക്രിക്കറ്റ് കളിക്കാൻ ആഗ്രഹിക്കുന്ന ഇതുപോലുള്ള ഗ്രൗണ്ടുകളൊക്കെ വലിയ ഒരു ടൂർ പോകുന്ന പോലെ വന്ന്
കൂടെ കളിച്ചു. പിന്നെ അതുപോലെ ഇത് ഏകദേശം ക്ലൈമറ്റ് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ മൂന്നാർ പോയിട്ട് അവിടെ ആ വെയിലുണ്ട്, നല്ല കാറ്റുമുണ്ട്, അറിയുന്നില്ല ചൂട്. ആ രീതിക്കാണ് കളിക്കുന്നത്. പക്ഷേ ലെതർബോളിൽ കളിച്ച് തുടങ്ങിയതിനു ശേഷം ഇങ്ങനെയുള്ള ഗ്രൗണ്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ആ ഭാഗ്യം കിട്ടിയത്. അതുകൊണ്ട് പിന്നെ നമ്മുടെ കളി ഇങ്ങനെയുള്ള കളി കാണുന്നവർ, കളിക്കാൻ പോകാൻ പറ്റാത്തവർ, നമ്മൾ ഇനിയും ഇതുപോലുള്ള സ്ഥലങ്ങളിൽ പോയി ഡെസ്റ്റിനേഷൻ ക്രിക്കറ്റ് പ്ലാൻ ചെയ്യും. യു ആർ ഗോയിങ് ടു എൻജോയ് ഇറ്റ്. താങ്ക് യു സോ പിന്നെ മച്ച്. അതുപോലെ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് നിങ്ങളുടെ ഇൻസ്റ്റാ നിങ്ങൾ ഫോളോ ചെയ്തിട്ടോ. കാരണം നമുക്ക് ഈ ലാസ്റ്റ് നിമിഷം കളിക്കാനായിട്ട് ആള് വേണമായിരുന്നു. ആരും എൻ്റെ കോൺടാക്ട്സ് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ മെസ്സേജ് അയക്കാം കേട്ടോ. പിന്നെ എന്താ അറിയടാ, ഇത് പെട്ടെന്നായിരുന്നല്ലോ ടൈം വന്നത്. ഇനിയിപ്പോൾ ഞങ്ങൾ നേരത്തെ അറിയിക്കാം കേട്ടോ. അതെ. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ നമുക്കിതിൽ പേയ്മെന്റ് ഉണ്ടായിരിക്കും. കാരണം ഗ്രൗണ്ടിൻ്റെ എക്സ്പെൻസ് ഉണ്ടാവും, പിന്നെ നിങ്ങൾ ട്രാവൽ എക്സ്പെൻസ്. അപ്പോൾ നമ്മളെല്ലാവരും ഷെയർ ചെയ്തിട്ടാണ് വരുന്നത്. സോ നിങ്ങൾക്ക് അങ്ങനെ കളിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് എനിക്ക് മെസ്സേജ് അയച്ചിട്ട് നമുക്കിത് ആൾ ഇല്ലാത്ത സമയം നമ്മൾ നേരത്തെ പറയും. അപ്പോൾ നിങ്ങൾ വന്ന് ആഡ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാം. കളിക്കാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും. സോ ഇതൊരു വല്ലാത്ത ഒരു ഭ്രാന്താണ് ഈ ക്രിക്കറ്റ് എന്ന് പറഞ്ഞ സ്ഥലം. ടെന്നീസും അങ്ങനെയാണ്. പക്ഷേ എനിക്ക് എന്നെ സംബന്ധിച്ച് എനിക്കിപ്പോൾ ലെതർ ബോർഡ് കളിച്ചപ്പോഴാണ് എനിക്ക് കൂടുതലായിട്ട് ഭ്രാന്തായത്. അപ്പോൾ ഈ ഒരു ഭ്രാന്തിലോട്ട് എല്ലാവർക്കും സ്വാഗതം. കമോൺ ഗൈസ്. അപ്പോൾ നമ്മൾ അടുത്ത കളി പോയി എൻജോയ് ചെയ്യട്ടെ. ബൈ ഗൈസ്.